ബഹുമാന്യരായ വ്യക്തികളെ, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ്. അതായത് എങ്ങനെ അല്ലെങ്കിൽ ഏതൊക്കെ മാർഗം ഉപയോഗിച്ച് ഒരു ഇൻ്റർവ്യൂവിൽ വിജയം കൈവരിക്കാം. അതായത് നമുക്കറിയാം, അഭ്യസ്ത വിദ്യരായ ആളുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആഗ്രഹം സ്ഥിരമായ ഒരു ജോലി, ഒന്നുകിൽ സർക്കാർ ജോലി അല്ലെങ്കിൽ നല്ലൊരു സ്ഥാപനത്തിലെ പ്രൈവറ്റ് സ്ഥാപനത്തിലെ ജോലി. അപ്പോൾ ഈ ജോലി ലഭിക്കണമെങ്കിൽ ഒരുപാട് കടമ്പകൾ കടക്കേണ്ടതുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഇൻ്റർവ്യൂ, പ്രത്യേകിച്ചും പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ. അതായത് ആ ഇൻ്റർവ്യൂ ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണെന്ന് മനസ്സിലാക്കാം. അതായത് നിങ്ങളുടെ മാർക്ക് അറിയാൻ വേണ്ടി മാത്രമല്ല, അതായത് നിങ്ങളുടെ പെർഫോമൻസ് എങ്ങനെയാണ്, ആത്മവിശ്വാസം എത്രത്തോളമുണ്ട്, നിങ്ങൾ പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്ന ആളാണോ, പക്വതയുള്ള വ്യക്തിയാണോ, പ്രശ്നപരിഹാര ശേഷിയുള്ള ആളാണോ, ചുറുചുറുക്കുള്ള ആളാണോ, അല്ലെങ്കിൽ ഉന്മേഷം കുറഞ്ഞ വ്യക്തിയാണ്. ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇൻ്റർവ്യൂ നടത്തുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടത് വളരെ നല്ല രീതിയിൽ ഇൻ്റർവ്യൂവിൽ സമീപിക്കുക, വിജയം നേടുക. അതായത് പല വിദ്യാർത്ഥികളും ഇൻ്റർവ്യൂ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഭയപ്പെടുന്നു. പക്ഷേ ചില കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ഭയപ്പെടേണ്ടതില്ല. നല്ല രീതിയിൽ ഇൻ്റർവ്യൂവിനെ സമീപിക്കാം. അതിന് വേണ്ട കാര്യങ്ങൾ നോക്കാം. അതായത് നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുന്നു. എഴുന്നേറ്റ ഉടൻ തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് വിഷ്വലൈസ് ചെയ്യുക. അതായത് മനസ്സിൽ ചിത്രങ്ങൾ കാണുക. അതായത് നിങ്ങൾക്കിഷ്ടപ്പെട്ട ചിത്രങ്ങൾ, അതായത് നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരുപാട് നല്ല സമീപനങ്ങൾ ലഭിച്ചിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ടൂറിന് പോയിട്ടുള്ള ആ സന്തോഷകരമായ അവസ്ഥ, അല്ലെങ്കിൽ ചിലപ്പോൾ നല്ല മാർക്ക് കിട്ടിയപ്പോഴുള്ള സന്തോഷം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിൽ വിജയിച്ച കാര്യം, അതൊക്കെ മനസ്സിൽ കാണുക. അപ്പോൾ നിങ്ങൾക്ക് എന്തുണ്ടാവും? നല്ല സന്തോഷമുണ്ടാകും. ഇത് ചെയ്യുക. ഇത് ചെയ്തതിന് വേണ്ടിയാണ്. ഇത് അതേപോലെ തന്നെ രാത്രിയും ചെയ്യുക, വിഷ്വലൈസ് ചെയ്യുക ഉറങ്ങുന്നതിന് മുമ്പേ തന്നെ. അപ്പോൾ ഇൻ്റർവ്യൂവിന് പോയി കഴിഞ്ഞാൽ ഇൻ്റർവ്യൂവിൻ്റെ തൊട്ട് മുമ്പേ നിങ്ങൾ ചെയ്യേണ്ടത് ഇതുപോലെ വിഷ്വലൈസേഷൻ. അപ്പോൾ എന്താവും? നിങ്ങളുടെ മനസ്സിൽ നല്ല സന്തോഷമുണ്ടാകും. ആ സന്തോഷം ഇവിടെ കാണാം. നിങ്ങളുടെ മുഖത്ത് കണ്ണിലും ചെറിയ പ്രകാശമുണ്ടാകും. അപ്പോൾ തന്നെ നിങ്ങൾക്ക് എന്താവും? ആത്മവിശ്വാസം കൂടിയതായിട്ട് അനുഭവപ്പെടും. ഇതേപോലെ തന്നെ ഞാൻ പറഞ്ഞു വിഷ്വലൈസ് ചെയ്യൽ. ഇപ്പോൾ രാവിലെ വിഷ്വലൈസ് ചെയ്ത് കഴിഞ്ഞുകൂടെ തന്നെ ചെയ്യേണ്ട കാര്യം. അതായത് ഇൻ്റർവ്യൂ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഭയമാണ്. അപ്പോൾ നമുക്ക് ഭയത്തെ മറികടക്കണം. ഈ ഭയത്തെ ഏതാക്കണം? ഇത് ഇൻ്റർവ്യൂവിന് മാത്രമല്ല, ജീവിതത്തിൻ്റെ പല മേഖലകളിലും വിജയം കൈവരിക്കണമെങ്കിൽ എന്ത് വേണം? ഭയം ഏതാക്കണം. നമ്മളെ പുറകോട്ട് വലിക്കുന്ന പല ഘടകങ്ങളിലൊന്ന് ഈ ഭയം തന്നെയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഈ ഭയം ഇല്ലാതാക്കാം? അതായത് നമ്മൾ പറഞ്ഞു വിഷ്വലൈസ് ചെയ്യൽ. രാവിലെ വിഷ്വലൈസ് കഴിഞ്ഞ ഉടൻ തന്നെ നിങ്ങൾ സ്വസ്ഥമായി ഒരു സ്ഥലത്തിരിക്കുക. എന്നിട്ട് മനസ്സിലേക്ക് പറയുക. അതായത് ശബ്ദമില്ലാതെ മനസ്സിലേക്ക് പറയുന്നത് എങ്ങനെയായിരിക്കണം? കൈ മുഷ്ടി ചുട്ടിക്കൊണ്ട് ഇങ്ങനെ പറയാം: എനിക്ക് നല്ല കഴിവുണ്ട്, എനിക്ക് തീരെ ഭയമില്ല, ഞാൻ എന്തിനേയും നേരിടും, എനിക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്. ഇങ്ങനെ മുട്ടിയുരുട്ടിക്കൊണ്ട് അതായത് മനസ്സിലേക്ക് അതിശക്തമായി പറയുക. ഒരു 5, 10, 20 പ്രാവശ്യം. ഇത് എന്ത് ചെയ്യാം? രാത്രി നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിൻ്റെ തൊട്ട് മുൻപും ഇതുപോലെ വിഷ്വലൈസ് ചെയ്യാം. ഉണ്ടായിരുന്ന നല്ല അനുഭവങ്ങൾ, ടൂറിന് പോയിട്ടുള്ള അനുഭവങ്ങൾ, അല്ലെങ്കിൽ ജീവിതത്തിലുണ്ടായ നല്ല നേട്ടങ്ങൾ, അത് വിഷ്വലൈസ് ചെയ്യാം. അതിനുശേഷം ഇതുപോലെ രാത്രിയും എന്ത് ചെയ്യുക? മുഷ്ടി ഉരുട്ടിക്കൊണ്ട് ശക്തമായിട്ട് മനസ്സിലേക്ക് പറയുക: എനിക്ക് നല്ല ധൈര്യമുണ്ട്, ഞാൻ എന്തിനേയും നേരിടും, എനിക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്. ഇങ്ങനെ ചെയ്ത് കുറേ ദിവസങ്ങൾ ചെയ്യുമ്പോഴേക്കും തീർച്ചയായും നിങ്ങൾക്ക് ഒരു നല്ലൊരു ധൈര്യം കൈവരും, ആത്മവിശ്വാസം കൈവരും. ഇത് ഇൻ്റർവ്യൂവിന് മാത്രമല്ല, ജീവിതത്തിൻ്റെ
പല മേഖലയിലും ഉപയോഗപ്പെടുത്താം. ഇനി നമുക്ക് അപ്പോൾ ഇൻ്റർവ്യൂവിന് പോയി കഴിഞ്ഞാൽ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളോട് ഇരിക്കാൻ പറയും. പിന്നീട് നിങ്ങൾ ഒരു ഹാളിലേക്ക് വിളിക്കും. അപ്പോൾ നിങ്ങളെന്താ ചെയ്യേണ്ടത്? നിങ്ങൾ നടക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. അതായത് ഇൻ്റർവ്യൂ ബോർഡിലെ അംഗങ്ങൾക്ക് ശരീരഭാഷയെക്കുറിച്ച് നല്ല പരിശീലനം ഇല്ലെങ്കിലും അവർ ഒരുപാട് അനുഭവം ഉള്ളവർ ഇൻ്റർവ്യൂ ചെയ്തിട്ട്. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ശരീരഭാഷയിൽ നിന്ന് പെട്ടെന്ന് ഒരു കാര്യങ്ങൾ മനസ്സിലാക്കും. നിങ്ങളുടെ ആത്മവിശ്വാസം എത്രയുണ്ട്, ചുതിറുക്കുള്ള വ്യക്തിയാണോ, കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവുള്ള അല്ലെങ്കിൽ പ്രാപ്തിയുള്ള ആളാണോ എന്നുള്ള കാര്യമൊക്കെ നിങ്ങളുടെ ശരീരഭാഷയിൽ നിന്ന് അവർ മനസ്സിലാക്കും. പെട്ടെന്ന് തന്നെ ശരീരഭാഷ ആ രീതിയിലേക്ക് മാറും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നല്ല ശരീരഭാഷ പ്രാക്ടീസ് ചെയ്യണം. അതായത് നിങ്ങൾ ചെയ്യേണ്ടത് കുറേ ദിവസം പ്രാക്ടീസ് ചെയ്യുന്നതിന് മുമ്പ്, അതായത് നിങ്ങൾ തല ഉയർത്തിക്കൊണ്ട് നട്ടെല്ല് വിളക്കാതെ നടക്കുക നന്നായിട്ട്. അതായത് കുറച്ച് കാൽവയ്പ്പോടു കൂടി നടന്ന് ശീലിക്കുക. തല ഉയർത്തിക്കൊണ്ട് നട്ടെല്ല് പടയാതെ കുറച്ച കാവ്യത്തോടു കൂടി നടക്കുക. അപ്പോൾ അതായത് ഇൻ്റർവ്യൂ ബോർഡിൻ്റെ മുന്നിലൂടെ നിങ്ങൾ ഈ രീതിയിൽ നടക്കുമ്പോൾ അവർക്ക് എന്ത് തോന്നും? നിങ്ങൾ നല്ല ആത്മവിശ്വാസമുള്ള വ്യക്തിയാണ്, അതുപോലെ തന്നെ ചുറുചുറുക്കുള്ള വ്യക്തിയാണ്, ഏത് പ്രശ്നങ്ങളെയും നേരിടാൻ പ്രാപ്തിയുള്ള ആളാണ് എന്ന ധാരണ അവർക്കുണ്ടാവും. അത് നിങ്ങൾ ഈ ട്രെയിൻ ചെയ്തെടുക്കണം. അതേപോലെ തന്നെ നിങ്ങളിപ്പോൾ ഇൻ്റർവ്യൂ ബോർഡിന് മുന്നിൽ തല താഴ്ത്തി ചുമല് താഴ്ത്തി അതുപോലെ തന്നെ ഒരു പതർച്ച നടന്നു കഴിഞ്ഞാൽ അവർക്ക് എന്താണ് തോന്നുക? നിങ്ങൾക്ക് ആത്മവിശ്വാസമില്ലാത്ത വ്യക്തിയാണ്, അല്ലെങ്കിൽ ഒരു ചുറുചുറുക്കില്ലാത്ത വ്യക്തിയാണെന്ന് തോന്നും. അപ്പോൾ ഇങ്ങനെ ആ രീതിയിൽ ശരീരഭാഷ നന്നായിട്ട് പരിശീലിക്കുക. മറ്റൊന്ന്, ഇരിക്കുമ്പോൾ, അതായത് നിങ്ങളുടെ ഇരിക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? കസേരയുടെ അറ്റത്ത് ഇരിക്കാൻ പാടില്ല. അറ്റത്തിരുന്ന് കഴിഞ്ഞാൽ അവർക്ക് ഒരു വെപ്രാളം പിടിച്ച ആണെന്ന് തോന്നലുണ്ടാവും. അവർ നിങ്ങൾക്കൊരു മാനസികമായിട്ട് ദൗർബല്യമുള്ള വ്യക്തിയാണെന്ന് തോന്നും. അപ്പം നന്നായിട്ട് ഇരിക്കുക. അതുപോലെ തന്നെ ഒരു ചാഞ്ഞും ചെരിഞ്ഞും ഇരിക്കാൻ പാടില്ല. പിന്നെ മറ്റൊന്ന്, നിങ്ങൾ പലപ്പോഴും ഇൻ്റർവ്യൂവിൻ്റെ രേഖകൾ ബ്രീഫ് കേസിൽ കൊണ്ടുപോകും. അപ്പോൾ ആ ബ്രീഫ് കേസ് രേഖകൾ ആവശ്യപ്പെടുമ്പോൾ മാത്രമേ അത് മേശയുടെ മുകളിൽ വെക്കാൻ പാടുള്ളൂ. നിങ്ങൾ വലത്ത് ഭാഗത്ത് വയ്ക്കുക. അല്ലെങ്കിൽ നേരത്തെ തന്നെ ഇരിക്കുമ്പോൾ തന്നെ അത് അവിടെ വെച്ച് കഴിഞ്ഞാൽ അത് ആ ഇൻ്റർവ്യൂ അംഗങ്ങൾക്കും നിങ്ങൾക്കും ഇടയിൽ ഒരു വേലിക്കെട്ടായിട്ട് അത് മാറും. അതേപോലെ തന്നെ നമ്മൾ ഹസ്തദാനം ചെയ്യൽ. പലപ്പോഴും ചിലപ്പോൾ ഇൻ്റർവ്യൂ ബോർഡ് അംഗങ്ങൾ ഹസ്തദാനം ചെയ്യും, ചിലപ്പോൾ അത് ചെയ്തില്ല എന്ന് വരാം. പക്ഷേ അപ്പോൾ നിങ്ങൾ ഒന്ന് കുനിഞ്ഞുകൊണ്ട് നിങ്ങളത് അഭിവാദ്യം ചെയ്യാം. അതായത് നിങ്ങൾ അങ്ങോട്ട് എന്ത് ചെയ്യേണ്ട? ഹസ്തദാനം ചെയ്യാൻ മുൻകൈ എടുക്കേണ്ടതില്ല. അവർ ഹസ്തദാനം ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ ഹസ്തദാനം ചെയ്യേണ്ടതുള്ളൂ. ഇനി ഹസ്തദാനം എങ്ങനെയായിരിക്കണം? അതായത് ഒരാഞ്ഞ രീതിയിലാവാൻ പാടില്ല. ഒരു മുറുക്കെ പിടിച്ചുള്ള ഹസ്തദാനം. അതുപോലെ തന്നെ നിങ്ങൾ നോക്കേണ്ടത് ഇൻ്റർവ്യൂ ചെയ്യുന്ന ആളുടെ പുരുകത്തിൻ്റെയും നെറ്റിയുടെയും മധ്യഭാഗത്ത് നോക്കുക. തുറച്ചു നോക്കാൻ പാടില്ല, നല്ല രീതിയിൽ നോക്കുക. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക? ആ രീതിയിൽ തന്നെയാണ് ആ ഇൻ്റർവ്യൂവിനെ കൈകാര്യം ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഈ രീതിയിൽ ശരീര ഭാഷ ഉപയോഗിച്ചുകൊണ്ട് ഒരു നല്ല രീതിയിൽ ഇൻ്റർവ്യൂ പങ്കെടുത്താൽ നിങ്ങൾക്ക് എന്താവും? ഏത് ഇൻ്റർവ്യൂവിൻ്റെയും വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിയും. അപ്പം ഉദ്യോഗാർത്ഥികളെ, നിങ്ങൾക്കെല്ലാ ആശംസകളും നേരുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ നല്ല വിജയമുണ്ടാകട്ടെ. ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. തൽക്കാലം നിർത്തട്ടെ.